കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർ പുളിക്കൽ സണ്ണി ഫ്രാൻസിസ് ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചു. കട്ടപ്പനയിലെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് പവിത്ര ഗോൾഡ്. അതിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഇപ്പം മരണപ്പെട്ടത്. പുളിക്കൽ സണ്ണി ഫ്രാൻസിസിന് 65 വയസ്സുണ്ട്. കട്ടപ്പനയിലെ പൗരമുഖനാണ്, എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. കട്ടപ്പനയുടെ ചരിത്രം തുടക്കം മുതലേ അവിടെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. പലരും ഷെയർ ചെയ്താണ് അത് നടത്തുന്നത്. ആ ഒരു പുതിയ ഷോറൂം അവർ കട്ടപ്പന ടൗണിൽ നിന്ന് പുളിയമ്മലയ്ക്ക് പോകുന്ന വഴിയിൽ അവർ തുടങ്ങി. 4 നിലയാണ്, വലിയ ഷോറൂമാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിലെത്താൻ താഴെ നിന്ന് 4 ഫ്ലോറിലെത്താൻ ലിഫ്റ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള പുതിയ ലിഫ്റ്റാണത്. ഇന്നലെ അദ്ദേഹം 2 ഫർണിഷിംഗ് തൊഴിലാളികൾക്കുമായിട്ട് ലിഫ്റ്റിൽ കൂടെ രാവിലെ മുകളിലേക്ക് പോയി. മുകളിൽ ഇറങ്ങി 4ാം നിലയിൽ ഇറങ്ങി, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പണിക്കാർക്ക് വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു. അവരെ പണിയൊക്കെ പരിശോധിച്ചു. അതിനുശേഷം അദ്ദേഹം തനിച്ച് ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് വന്നു. 2ാം നിലയിൽ എത്തിക്കഴിഞ്ഞപ്പം ലിഫ്റ്റ് നിന്നു. അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങി. ലിഫ്റ്റ് അനങ്ങാതെയായി. അദ്ദേഹം പവിത്രയിൽ തന്നെ തൻ്റെ സ്റ്റാഫിനെ അവരെ വിളിച്ചു പറഞ്ഞു. താനിങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങി. മൊബൈലിൽ കൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അവരെല്ലാം ഓടി വന്നപ്പം ലിഫ്റ്റ് അനങ്ങുന്നില്ല. ലിഫ്റ്റ് അത് ഫിറ്റ് ചെയ്ത കമ്പനിയെ വിളിച്ചു. അതിൻ്റെ ചില ഓപ്പറേറ്റർമാർ അവിടെ എങ്ങാണ്ടുണ്ട്. കമ്പനി അധികൃതർ അതിൻ്റെ പടങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെ അവർ കണ്ടു. അത് മനസ്സിലാക്കി. അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ മതി, പ്രശ്നം തീരും എന്ന് പറഞ്ഞു. അവർ ആ ലിഫ്റ്റിലെ ചില ഭാഗങ്ങൾ നന്നാക്കി. ഈ സമയത്ത് ലിഫ്റ്റ് കൺട്രോൾ വിട്ട് അതിഗംഭീരമായ സ്പീഡിലേക്ക് അത് മുകളിലോട്ട് ഓടി. മുകളിലെ കോൺക്രീറ്റിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ സണ്ണി ഫ്രാൻസിസിൻ്റെ തലയിടിച്ചു. ആ ലിഫ്റ്റിൻ്റെ നമുക്കറിയാം ഓട്ടം, കൺട്രോൾ വിട്ടുപോയ ഹൈ സ്പീഡിൽ അത് മുകളിലോട്ട് പോകും, നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താഴോട്ട് വീഴും. ഇത് എവിടെയോ ഉള്ള പാളിച്ച കാരണം ആ മെക്കാനിക്സ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ എന്തോ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. കൺട്രോൾ വിട്ടുപോയി. ലിഫ്റ്റ് അതേ ഗംഭീരമായ സ്പീഡിൽ മുകളിൽ പോയി അദ്ദേഹത്തിൻ്റെ തല കോൺക്രീറ്റിൽ ഇടിച്ചു. അദ്ദേഹം അപ്പം തന്നെ മരിച്ചിരിക്കുന്നു. അദ്ദേഹം അത് ലിഫ്റ്റ് പിന്നെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ഗ്രില്ല് പൊളിച്ച് അദ്ദേഹത്തിനെ വെളിയിലെടുത്തപ്പം കട്ടപ്പന ഹോസ്പിറ്റലിലെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം തന്നെ ചെന്നപ്പോൾ തന്നെ ബ്രോഡ് ഡെഡാണ്, മരിച്ചിരിക്കുന്നു അദ്ദേഹം. അത് ആരുടെയും ഹെഡ് അത് താങ്ങില്ല. കാരണം അത്ര അതിശക്തമായ സ്പീഡിൽ പോയി ചെന്ന് തലയിടിക്കുന്നതാണ്. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. കട്ടപ്പനയിലെ പ്രശസ്തമായ ബിസിനസ്സുകാരനാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇടപെടാനും അദ്ദേഹമായിട്ട് പരിചയമുള്ളവരെല്ലാം അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സ്റ്റാഫുകളും എല്ലാം അങ്ങനെയാണ്. വളരെയധികം സ്ഥാപനങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കട്ടപ്പന ടൗണിലുണ്ട്. 4ാം നിലയിൽ ചെന്ന് ഇടിച്ച അദ്ദേഹത്തിൻ്റെ ആ പരിക്കിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മോചനമാകില്ല എന്ന് ഉറപ്പാണ്. കാരണം ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ കമ്പനിയിലെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ആധുനിക രീതിയിലുള്ള ലിഫ്റ്റായിരിക്കാം, കോസ്റ്റ്ലി ആയിരിക്കാം, അതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ഡിഫക്റ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് കമ്പനി തന്നെ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരും. കമ്പനിക്കെതിരായിട്ട് കേസ് അവിടെ എടുക്കേണ്ടി വരും. അത് കട്ടപ്പന പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ഒരു ആക്ട് തന്നെയാണത്. അത് എന്നാണ് കമ്മീഷൻ ചെയ്തതെന്ന് വ്യക്തമല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മരണം അതൊരു മർഡർ പോലെ തന്നെയാണ്. അവരുടെ നെഗ്ലിജൻ്റ് ആക്ട് മുതൽ ആ ലിഫ്റ്റിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം. അങ്ങനെയാണ്. അതൊരു പരിപൂർണമായ ഒരു ലിഫ്റ്റായിരുന്നില്ല. അത് കമ്പനി അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരും. അത്രയും വലിയൊരു വ്യവസായിയുടെ മരണമാണ്. അത് ഒരു തീരാ നഷ്ടം തന്നെ ആ വ്യവസായത്തിനും അതിൻ്റെ പാർട്ട്നേഴ്സിനും ഒക്കെ. കട്ടപ്പനയിലെല്ലാ പ്രശസ്തമായ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം ഒരു മാന്യനാണ്. കട്ടപ്പനയുള്ള പല സംഘടനകളിലും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ആ വ്യക്തിയാണ്
ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മോർച്ചറി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികൾ, 2 പേരും ഓസ്ട്രേലിയ എന്നറിയുന്നു. കട്ടപ്പനയിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുമ്പനായിരുന്നു. പോലീസ് എന്തായാലും കേസെടുത്തു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ, കട്ടപ്പന പള്ളിയിൽ തന്നെ സെൻറ്റ് ജോർജ് ആണെന്ന് എനിക്ക് തോന്നുന്നു, കട്ടപ്പന ആ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ശവമടക്ക് തീരുമാനിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോർജ് ഫൊറാന പള്ളി തന്നെയാണ് അദ്ദേഹം സാധാരണ കുർബാന കാണാനൊക്കെ പോകുന്നത്. അതിനടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് തന്നെ അതിന് സംശയമില്ല. കട്ടപ്പന പോലീസ് പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ലിഫ്റ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എറർ തന്നെയാണ്. അത് കമ്പനി അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കണം. ഏത് കമ്പനി ആയാലും ശരി, അദ്ദേഹത്തിനുണ്ടായ നഷ്ടം, കുടുംബത്തിനുണ്ടായ നഷ്ടം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനുണ്ടായ നഷ്ടം, എല്ലാത്തിനും കാരണം ആ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം തന്നെ. അതൊരു ഡിഫക്റ്റീവ് ലിഫ്റ്റാണ്, യാതൊരു സംശയമില്ല. അതിന് ടെക്നോളജിക്കലായിട്ട് അത് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. പുതിയ രീതിയിലുള്ള ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ടെക്നോളജിയെ പറ്റി നല്ല അവഗാഹമുള്ള ഒരാളായിരിക്കണം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ലോക്കൽ ആൾക്കാരെ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ സുനിശ്ചിതമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനം പല കമ്പനികളും, പല പുതിയ ലിഫ്റ്റ് കമ്പനികളും ചെയ്യുന്നതും കാണാം. അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെത്ര ദിവസമായി, എനിക്ക് തോന്നുന്ന സമീപ ദിവസം തന്നെയാണ് ആ ലിഫ്റ്റ് അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലെ എല്ലാ അംഗങ്ങളോടും നമ്മുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു.